ഹലോ. ഞാനിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴേക്ക് ബുക്സൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കാനിടയായിട്ടുള്ളൊരു ബുക്കാണ് ഇക്കിഗായ് ദി ജാപ്പനീസ് സീക്രട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ വരുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രഹന. ഞാൻ 3rd സ്റ്റാൻഡേർഡ് ബിയിലെ ആദമിൻ്റെയും UKG സിയിലെ ഐതിൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ്, ഇക്കിഗായ് എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ടേമാണ്. ഇതിൽ ഈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ്, ടു ലീവ്. ഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ, നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ഈ ബുക്കിൽ മെയിനായിട്ടും പറയുന്നത്, ഇതിലെ കണ്ടൻറ്റ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിലുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതം. നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. എന്തിനാണ് ഈ ജീവിതം, ഈ യൂണിവേഴ്സിൽ എൻ്റെ റോൾ എന്താണ്, നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ബുക്കിൽ പറയുന്നത്. അത് നമ്മുടെ പർപ്പസ്, നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ നമ്മുടെ പ്രൊഫഷൻ, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, പിന്നെ നമ്മുടെ കരിയർ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ പർപ്പസ്, ലൈഫിൽ നമ്മുടെ പർപ്പസ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഹാപ്പി ആയിട്ടിരിക്കാം, നമ്മുടെ ലൈഫ് കുറച്ചും കൂടി പീസ്ഫുള്ളായിരിക്കും എന്നുള്ളതാണ് ഈ ഓതേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ജപ്പാൻ എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ കൂടിയ ഒരു കൺട്രിയാണ്. അവിടെ എല്ലാവർക്കും ആയുസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിലൊരു ഒക്കിനോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മുടെ ഓതേഴ്സ്, ഈ ഇക്കിഗായുടെ ഈ ബുക്കിൻ്റെ ഓതേഴ്സ് പോയിട്ട് അവിടെ കുറേ കൊല്ലങ്ങളോളം താമസിച്ച് അവർ ഇത്രയും ഇയേഴ്സ് എങ്ങനെയാണ് ഹാപ്പി ആയിട്ടും ഫിസിക്കലി ഫിറ്റായിട്ടും ജീവിക്കുന്നതെന്നുള്ളത് അവർ കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് അവരെങ്ങനെയാണ് ലൈഫ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്, അവിടെ ഈ 100 ഇയേഴ്സ് ആണെങ്കിലും അവർ ഫിസിക്കലി ഫിറ്റാണ്, പിന്നെ മെൻ്റലി അവർ ഹാപ്പിയാണ്. പിന്നെ അല്ലാതെ വയസ്സായ പോലെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുക, റിട്ടയറായിരിക്കുക എന്നുള്ളതല്ല അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഏജായിട്ടും അവർ ഫിസിക്കലി ഫിറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ സീക്രട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓതേഴ്സ് ആ വില്ലേജിൽ പോയി അവിടെ താമസിക്കുന്നവരായിട്ട് അങ്ങനെ അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ്, ലൈഫിൽ ഫോളോ ചെയ്യുന്ന റൂൾസ് നമ്മളായിട്ട് ഈ ബുക്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10 റൂൾസ് മെയിനായിട്ട് പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, സ്മൈൽ ചെയ്യുക, പിന്നെ ഗ്രേറ്റ്ഫുൾ, നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ എല്ലാവിധ ബ്ലെസ്സിങ്ങിലും നമ്മുടെ ലൈഫിലും, ഇന്ന് നമ്മൾ ഉറങ്ങി നാളെ രാവിലെ എണീക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു നമ്മുടെ ബ്ലെസ്സിങ് ആണത്. സോ എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ, ഫ്രണ്ട്സ്, അവരെല്ലാം ഹാപ്പിയാക്കി ഇരിക്കുക. പിന്നെ നേച്ചറായിട്ട് കുറച്ചും കൂടി കണക്റ്റ് ആവുക. നമ്മുടെ ഫുഡ് എങ്ങനെ സൂക്ഷിക്കണം, ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ചെയ്യുക, ബോഡി എങ്ങനെ ഫിറ്റായിട്ടിരിക്കണം, അങ്ങനെ പറയുന്ന കുറച്ച് റൂൾസും നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ബുക്കിൽ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ലൈഫിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി കിട്ടും. നമ്മുടെ പർപ്പസ് എന്താണെന്ന്. ഇപ്പോൾ എൻ്റെ പർപ്പസ് ആയിരിക്കില്ല വേറൊരാളുടെ. അങ്ങനെ എല്ലാവർക്കും യുണീക്കായിട്ടുള്ള ഓരോ പർപ്പസും ഓരോ ഇഷ്ടങ്ങളും ഉണ്ടാവും. ഈ ജപ്പാനീസിൽ പറയുകയാണെങ്കിൽ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഇക്കിഗായ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ അത് നമ്മളായിട്ട് ഈ ബുക്കിൽ ഷെയർ ചെയ്യും. നമുക്ക് ഈ ബുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ ബുക്ക് വായിച്ചാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്ക് ലൈഫിൽ, നമ്മുടെ ഈ ബിസി ലൈഫിലും സ്ട്രെസ്സും വിഷമങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാം, ഈ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എങ്ങനെ ഒരു ലോങ് ലൈഫിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കിതിൽ പറയുന്നുണ്ട്. സോ എനിക്കിത് വളരെ വായിക്കാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ മെൻ്റലി സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ ഒക്കെ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് വന്നിട്ട് ഈ ബുക്ക് ഇങ്ങനെ തുറന്ന് 1-2 പേജൊക്കെ വായിച്ചാൽ തന്നെ കുറച്ചും കൂടി ഞാൻ റിലീഫായിരിക്കും, എനിക്കൊരു റിലീഫ് കിട്ടാറുണ്ട്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബുക്കാണിത്. സോ ഞാൻ എല്ലാവർക്കും ഈ ബുക്ക് വായിക്കാൻ സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഫൈൻഡ് യുവർ ഇക്കിഗായ്. ദിസ് ബുക്ക് വിൽ ഹെൽപ്പ് യു ഓൾവേസ്. സോ keep reading, keep growing and keep learning. Thank you so much. Bye.